ഇത് കുറച്ച് ദിവസം മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും ഒരേപോലെ പേടിച്ചൊരു കുറച്ച് സമയമായിരുന്നത്. മോനൊന്ന് വീണിട്ടുണ്ടായിരുന്നു. ആൾ വീട്ടിലുള്ള ഊഞ്ഞാലയിൽ ഒന്ന് സ്പീഡിൽ വന്നിരുന്നതാണ്. നേരെ മലർന്ന് അടിച്ചിട്ട് താഴെ കല്ലാണ്, ബാംഗ്ലൂർ സ്റ്റോൺ ആണ് അടിയിൽ. അപ്പോൾ അതുമ്മൽ തല ബാക്ക് ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ മുളച്ച് വീട്ടിൽ ഐസൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് ഐസ് ബാഗൊക്കെ വെച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രിയായിരുന്നു സംഭവം. അത് കഴിഞ്ഞ് ആൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം കാലത്തിനിട്ട് മദ്രസയിലൊക്കെ വിട്ടപ്പോൾ ഒന്നും കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച് വന്നപ്പം തൊട്ടിട്ട് ആൾ ഭയങ്കര എന്താ പറയുക വീക്കായിരുന്നു. ഭയങ്കര വേദന എടുക്കണം ഉമ്മീ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം മിക്ക വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാത്രി കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് ഓഫീസിൽ തന്നെയായിരുന്നു. അപ്പം വീട്ടിൽ ഞാനിപ്പോൾ ഇങ്ങനെ വേദന എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇക്കാനെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ കിടപ്പായി. അവനെ ഒട്ടും എണിക്കണില്ല, കിടന്നു അങ്ങനെ കിടക്കുന്നു. അപ്പം പിന്നെ ഒട്ടും വെച്ച് നീട്ടിയില്ല. വേഗം തന്നെ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. ഇക്കാനെ വിളിച്ചപ്പോൾ ഇക്ക ആദ്യം തന്നെ ചീത്ത പറഞ്ഞു. കാരണം ഇത് പറ്റിയപ്പം തന്നെ എന്ത് കൊണ്ടുപോകാഞ്ഞെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പം ആൾ ഓൾറെഡി ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് ടെൻഷൻ കൂടി. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് അവരെ കാഷ്വാലിറ്റിയിൽ കാണിച്ചപ്പം പറഞ്ഞത് നമുക്ക് റിസ്ക് എടുക്കേണ്ട, അവന് വേദന ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഛർദ്ദിക്കാനും വന്നെന്നും കൂടെ പറഞ്ഞപ്പം എനിക്ക് ആകെ പേടിയായിപ്പോയി. ആർക്കാ തലവേദന? ഏയ്, തലവേദന ഉള്ള ആളാണ് ഈ ഫോണിൽ നോക്കുന്നത്. ആക്കി അപ്പം ഞാൻ ആകെ പേടിച്ചിട്ടാണ് ആ സമയത്ത് ഇരുന്നിരുന്നത്. അങ്ങനെ സീറ്റ് ചെയ്യാൻ കയറുന്നതിന് തൊട്ട് മുന്നേ തൊട്ടിട്ട് ആൾ സിസ്റ്റർമാരോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കിപ്പം വേദന ഇല്ല എന്നിങ്ങനെ. അത് കഴിഞ്ഞ് അപ്പം അവർ പറഞ്ഞ് എന്തായാലും വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് റിസ്ക് എടുക്കാതെ സീറ്റ് ചെയ്ത് നോക്കാം തലേൻ്റെ. അപ്പം അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റുമല്ലോ. അപ്പം നേരെ സീറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയ ഒരു വിഷ്വലാണ് കേട്ടോ നിങ്ങൾ ഫസ്റ്റ് തന്നെ എൻ്റെ അത് കണ്ടത്. സീറ്റ് കഴിഞ്ഞ് വന്നപ്പം റിസൾട്ടിൽ അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ പകുതി സമാധാനമായി. പിന്നെ അവർ കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വിടാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മോന് റെസ്റ്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇളയ ആളും കൂടിയിട്ട് കൂടെ കയറി കട്ടിൽമേൽ കിടന്ന് അവൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കണമായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ക്യാൻറ്റീനിൽ പോയപ്പം അവനക്കൊരു കളിക്കൊടുക്ക കണ്ടപ്പോൾ അതും കൂടെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾക്ക് എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാ. ആ ഒരു കുറച്ച് നേരത്തിന് ഉണ്ടായിരുന്നുള്ള ആ വേദന അത് കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോയി എന്ന് അറിഞ്ഞൂടാ. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു കേട്ടോ.